40 വർഷത്തെ ഭരണത്തിന് ശേഷം LDFിൻ്റെ കയ്യിൽ നിന്ന് BJP ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചുപറ്റിയിരിക്കുകയാണല്ലോ. എന്ന് മാത്രമല്ല, ഈ ഭരണം പിടിച്ച് കുറച്ച് ദിവസത്തിനിടയ്ക്ക് തന്നെ ഇവർ ഒരുപാട് മാജിക്കുകൾ കാണിക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ കൊണ്ട് ഡൽഹിയിൽ പോകുന്നു, ഇപ്പോൾ ഒരു പുതിയ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു, അതിനെ നല്ലൊരു വലിയ ഡിസ്കഷനാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. സാറും ഇത് ശ്രദ്ധിച്ച് കാണുമല്ലോ, ഒരു സാമ്പത്തിക നിരീക്ഷകൻ എന്ന നിലയിൽ. ഈ ബജറ്റ് കണ്ടിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? ഈ ബജറ്റിനെ ഒരു ഐതിഹാസിക ബജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നാച്ചുറലി ഇതൊരു 2500 കോടി ഔട്ട്ലേ ഉള്ള ഒരു ബജറ്റാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യില്ല. കാരണം ഈ 2500 കോടിക്കകത്തുള്ള കളി കഴിഞ്ഞ വർഷം 1900 കോടിയായിരുന്നു, അതിന് കഴിഞ്ഞ വർഷം അതിനും താഴെയായിരുന്നു. അപ്പോൾ അതിനെ വലിയ കാര്യമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാൻ ഉണ്ടാവില്ല. അത് മാത്രമല്ല, അതിനൊന്നും വലിയ ഒരു റൊട്ടീൻ ബജറ്റായിരുന്നു. ഇതല്ല, ഇപ്പോഴത്തെ വന്നിട്ട് എന്തുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഒരു ഡയറക്ഷണൽ ചേഞ്ച് വന്നിട്ടുണ്ട് ഈ ബജറ്റിന്. ഡയറക്ഷണൽ ചേഞ്ച് അതിൻ്റെ സ്റ്റൈലിൽ, അതിൻ്റെ ഫോക്കസിൽ, അതിൻ്റെ വിഷനിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണ് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നു സാർ അത് പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയുക. അതായത് സ്റ്റൈലില് ഫ്രം കൺസർവേറ്റീവ് ടു അഗ്രസീവ്. അതായത് ചെറുതെ ഇങ്ങനെ വെറുതെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള എമൗണ്ടുകൾ ഫിക്സ് വെച്ചിട്ടുള്ള കളികൾ അത്യാവശ്യം ഇത് ചെയ്ത് പോവുക എന്നുള്ളതാണ് കൺസർവേറ്റീവ്. അതിപ്പോ 600 കോടിയാണ് ഒറ്റ വർഷത്തിൽ കൊണ്ട് ഔട്ട്ലേക്ക് കൂടിയിരിക്കുന്നത്. അതൊരു അംബീഷ്യസ് ആണ്. 1900 ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ഈ 1900 കോടി കഴിഞ്ഞ വർഷമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് അറ്റാദായം 2500 കോടിയായിട്ട് കൂടുന്നു. ഈ ഒരു വർഷം കൊണ്ട് ഇങ്ങനൊരു സ്പൈക്ക് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ കഴിഞ്ഞു? അറ്റാദായമല്ല, ഔട്ട്ലേ. അതെ, ഔട്ട്ലേ സ്പൈക്ക് വളരെ സിമ്പിളാണ്. അത്രയും നല്ല പ്രോജക്ട്സ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ആദായം കൂട്ടുന്നു. ആദായം കൂട്ടാൻ എളുപ്പമാണ്. നമുക്ക് അതിനകത്തോട്ട് വരാം. ഇതെങ്ങനെ നമുക്കത് റിസോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ ഡയറക്ഷണൽ ചേഞ്ചിൽ ഞാൻ ഈ പറഞ്ഞത് ഒന്ന് സ്റ്റൈലാണ്, രണ്ടാമത് ഫോക്കസാണ്. ഈ ഫോക്കസിൽ രണ്ട് ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഷിഫ്റ്റ് ഫ്രം മെയിൻ്റനൻസ് മോഡ് ടു മിഷൻ മോഡ്. എന്താണ് മെയിൻ്റനൻസ് മോഡ്? മെയിൻ്റനൻസ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ NSSന്റെ ഒക്കെ ബജറ്റ് പോലെ. ആ NSSന്റെ ബജറ്റ് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ പുതുതായിട്ടുള്ള വാട്ട് യു കോൾ സൺലൈറ്റ് പ്രോഗ്രാംസ് ഒന്നും കാണില്ല, സൺഷൈൻ പ്രോഗ്രാംസ് ഒന്നും കാണില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. അവിടെ എസ്റ്റേറ്റുകളിൽ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുക, അത്യാവശ്യം കണക്കെഴുതി വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാനോ ഒരു ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാനോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസും അവരുടെ ബജറ്റ് കാണില്ല. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഈ കോർപ്പറേഷന്റെ ബജറ്റ്. ഇവർക്ക് ശമ്പളം, അവിടുത്തെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുക, അത്യാവശ്യം കൽവർട്ടുകളൊക്കെ ഇത് ചെയ്യുക, അതുപോലെ റോഡിലെ കുഴി അടയ്ക്കുക, പോട്ട് ഹോൾസ് അടയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതല്ലാതെ ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ഇപ്പോൾ ഒരു ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷൻ മോഡ്. വാട്ട് ഈസ് മിഷൻ മോഡ്? മിഷൻ മോഡ് എന്ന് പറഞ്ഞിട്ട് ഈ മിഷൻ മോഡ് എന്ന് പറയുമ്പോൾ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ഗോൾ ഡ്രിവൺ ആയിട്ടുള്ള മിഷനായിരിക്കണം. അതായിരിക്കണം ഇവരുടെ വർക്കിങ്ങിലുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഗവർണൻസ് എന്ന് പറയുന്നത് മാനേജിങ് പ്രോബ്ലംസ് ടു സോൾവിങ് ദം സ്ട്രക്ചറലി. അതാണ് ഈ മിഷൻ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മാറ്റം, ഡയറക്ഷണൽ ചേഞ്ച് ഉണ്ടായി. പിന്നെ വന്ന് വരുന്നത് വിഷനിൽ നേരത്തെ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇയർ ഓൺ ഇയർ ഒരു വർഷത്തേക്കുള്ള ഒരു വിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വർഷം എത്ര സാലറി കൊടുക്കണം, എത്ര ടാക്സ് പിടിക്കണം, ഇത് അത്തരത്തിലുള്ള ബജറ്റിംഗ് ആണ്. ഇതല്ല, ഇത് നമ്മുടെ പൊസിഷനിങ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആസ് ബെസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ബൈ 2030 ആൻഡ് ഗ്ലോബൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ബൈ 2035. അവിടെയാണ്
വിഷനിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റിന് 5 വർഷത്തേക്ക് ഓരോ വർഷവും നീക്കി വെക്കേണ്ട തുകയുടെ ഒരു ഡ്രാഫ്റ്റ് കൂടി ഇതിനകത്തുണ്ട് എന്നർത്ഥം. അതായത് ഇതൊരു വലിയ ക്യാൻവാസ്. നമ്മളെ പഞ്ചവത്സര പദ്ധതികളൊക്കെ പോലെ തന്നെ പഞ്ചവത്സര പദ്ധതിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അലോക്കേഷൻ കാര്യം ഇതല്ല, ഒരു വിഷൻ ഉണ്ടാകുക. അതിനെ നമ്മൾ ഈ വർഷം നമ്മളിപ്പോ എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഈ ഡോക്യുമെന്റിൽ പറയുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കേന്ദ്ര പദ്ധതികൾ അങ്ങനെയാണ്. ഇപ്പൊ ഒരു 1000 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് 5 വർഷത്തേക്ക് നടക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഇയർ 200 കോടി രൂപ. അപ്പൊ ഈ വർഷത്തെ ബഡ്ജറ്റിൽ 200 കോടി രൂപയുടെ ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. പക്ഷെ വിഷൻ ഡോക്യുമെന്റിൽ അടുത്ത 4 തുടർന്ന് വരുന്ന 4 കൊല്ലത്തേക്കുള്ള അലോക്കേഷന്റെ ഒരു സ്കെച്ച് കൂടി കാണും. അപ്പൊ അത് അടുത്ത കൊല്ലം ഓട്ടോമാറ്റിക് ആയിട്ട് ആ അലോക്കേഷൻ വരും. അത് കുറേ കൂടെ ചെയ്യാം ആണ് ഈ എലാബറേറ്റ് ചെയ്ത് പോകുന്നതനുസരിച്ച്. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അലോക്കേഷനും അല്ല, അങ്ങനെ ഒരു ഇവർക്കൊരു ഞാൻ പറഞ്ഞില്ലേ രണ്ട് വിഷനാണല്ലോ. ഒന്ന് 2030 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്കുക, പിന്നെ ഗ്ലോബൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്കുക ബൈ 2035. അതിന് വേണ്ട കാര്യങ്ങളുടെ തുടക്കം. ഒന്നാമത് ഇവരിപ്പോ വന്നിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ 2 മാസം കൊണ്ട് ഇവർ ഇത്രയും എന്തുമാത്രം പണിയെടുത്തിട്ടായിരിക്കണം ഈ ഇത്രയും ഈ ഇൻഡെപ്ത് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഒരു ബജറ്റ് കൊണ്ടുവന്നാണ് ഞാൻ ആലോചിക്കായിരുന്നു. ശരിക്കും അവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ടി.വി. രാജേഷും അവരുടെ ടീമും റിയലി ഡിസേർവ് എൻകോമിയം. സാർ ഇപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്കിനി കുറച്ച് അലോക്കേഷനെ കുറിച്ച് സംസാരിച്ചാലോ? ഏതൊക്കെ സെക്ടറിലാണ് മേജർ അലോക്കേഷൻ വന്നിരിക്കുന്നത്? ഈ 2500 കോടി രൂപയുടെ ചെലവ് എങ്ങനെയാണ് അവർ ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ തരാമോ? അതായത് ഇതിനകത്ത് കഴിഞ്ഞ കാലങ്ങളുടെയൊക്കെ ഇത് നോക്കുമ്പോൾ നമ്മുടെ സാലറിയും അവരുടെ മറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റുകളും കൂടെ ഏകദേശം 9 to 9.5% വരുമെന്നാണ് കാൽക്കുലേറ്റ്. അതൊന്നും ശരിക്കും ഇതിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. എന്നാലും ഏകദേശം ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പെൻഷനും മറ്റു കാര്യങ്ങളും. ഇപ്പൊ ഇതിനകത്ത് ഇവർ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഹൗസിംഗ് ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഹൗസിങ്ങിന് നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന, അത് ആ കാശ് ഒരുപാട് ഫണ്ട്സ് ഇവിടെ കിട്ടേണ്ടത് നമ്മുടെ സർക്കാരിന്റെ പിന്നെ പിടിവാശി കാരണം അത് നമ്മളെ ആൾക്കാർക്ക് ഡിനേ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പൊ ഒറ്റ കാര്യത്തിലാണ് ഒരു ലോഗോ വയ്ക്കണം. അത് വയ്ക്കാൻ ഇവരുടെ പിന്നെ എന്താ പറയാ ഈഗോ സമ്മതിക്കുന്നില്ല. ഇൻ ദ റിസൾട്ട് നമ്മുടെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട കാശില്ലാതാകും. അപ്പൊ അത് മാറ്റിയിട്ട് കോർപ്പറേഷന്റെ ഫണ്ടിൽ തന്നെ ഫണ്ട് ചെയ്യാനാണ് 2000 വീടുകൾ ആ 101 വാർഡുകളിലും 2000 വീടുകൾ കോർപ്പറേഷന്റെ ഫണ്ട് കൊണ്ട് പണിത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. വലിയൊരു അംബിഷ്യസ് പ്രോജക്റ്റാണ്. അതിനകത്ത് അവര് 20 കോടി രൂപ ഇപ്പൊ അലോക്കേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷെ 20 കോടി ഒന്നും തികയില്ലായിരിക്കാം. പക്ഷെ ഇതിന് അവര് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഭവന യോജന പുതിയ സ്കീമിൽ ആണ് അവരവിടെ നിന്ന്. ഇത്തവണത്തെ ബജറ്റിൽ ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതലും സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, കൂടുതലും അല്ലെ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ റവന്യൂ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ സെൻട്രൽ അലോക്കേഷൻ, സെൻട്രലിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത്തവണത്തെ ബജറ്റ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അത് പല സ്കീമുകൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും. അപ്പൊ ഇതൊരു നല്ല മൂവാണ്. അപ്പോൾ അദ്ദേഹം മേയർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി ആയിരിക്കും ഇവരുടെ ഇത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി വസ്തു വാങ്ങിയവർക്ക് അവർ പെട്ടിരിക്കുകയാണ്, അവർക്ക് ബസ് കാശ് കിട്ടുന്നില്ല. കാരണം കേരള എന്താണ് മിഷൻ, ഹൗസ് അർബൻ റിന്യൂവൽ മിഷൻ. അപ്പോൾ അതിനകത്ത് നിന്ന് കാശ് കിട്ടുന്നില്ല. അപ്പോ ഇപ്പോ ഇവർ പറഞ്ഞിരിക്കുകയാണ് ഇവർ തന്നെ ചെയ്തു കൊടുക്കാന്നുള്ളത്. അതൊന്ന്. പിന്നൊന്നുള്ള പറയുന്നത് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ. അർബൻ ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത് റോഡ്, സ്യൂവേജ് നെറ്റ്വർക്ക്, മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഈ പിന്നെ റോഡ്സ് നമ്മൾ പുതിയ റോഡുകൾ കാലത്ത് ഉണ്ടായിട്ടില്ല, എല്ലാം ഇതിൻ്റെയൊക്കെ പാച്ച് വർക്ക് ചെയ്യലാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഹാരാജാവ് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്യൂവേജ് സിസ്റ്റത്തിന് അപ്പുറത്തിൽ 1 ഇഞ്ച് പോലും ഇവിടെ നമുക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. അതിന് എക്സ്പാൻഷൻ
ഇപ്പോൾ ഈ ബജറ്റിൽ ആദ്യമായിട്ട് എൻവിസേജ് ചെയ്യുന്നത്. പിന്നെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റീസ്, അത് രണ്ടു മൂന്നിടത്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്കൊരു സജഷനുള്ളത്, ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഈ റോഡുകളിലൊക്കെ തന്നെ റോഡിൽ പാർക്കിംഗ് ബാൻ ചെയ്യുക, എന്നിട്ട് ഈ മിനി മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് എവറി ക്വാർട്ടർ കിലോമീറ്റർ മൾട്ടി ലെവൽ, ഒരുപാട് കാറുകൾക്ക് ഇടാനല്ല, ഒരു 10ഓ 50ഓ അല്ലെങ്കിൽ 60ഓ കാറുകൾ നിർത്താൻ പറ്റിയ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ്. അത് എവറി ക്വാർട്ടർ അതുണ്ടാവുക. അത് വയ്ക്കാൻ എളുപ്പം, റോഡ് സൈഡിൽ ലാൻഡ് വേണമെന്നില്ല. ഈ ഇരിക്കുന്ന ഷോപ്പുകളുടെയും ഓഫീസുകളുടെയൊക്കെ പിറകിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഒരു 10 അടി വീതിയിൽ ഒരു വാഹനം പോകത്തക്കൊണ്ടുള്ള റോഡ് അകത്തോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇത് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആവും. ഈ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ഇതുള്ളവർക്കോ ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ ഇൻകം ജനറേഷൻ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് ചെയ്ത് നന്നായി. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കണ്ടില്ല. പക്ഷെ അത് അപ്പൊ എന്താ വെച്ചാൽ റോഡിലെ ഈ കൺജഷൻ, ഇവിടുത്തെ റോഡിലെ കൺജഷൻ മാറ്റണം, ഇത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ ഒരുപാടത്ത് ഈ ഷോപ്പുകളിൽ ഇത് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ഈ റോഡുകളിൽ ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെന്നുള്ളത് പിന്നെ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബജറ്റ് പ്രപ്പോസൽ എന്നാൽ ഇവിടെയാണ്. അതായത് 200 മോഡേൺ പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഞാൻ ഇതായിട്ട് കളിയായിട്ടല്ല, ഒരു സാന്ദർഭികമായിട്ട് അനുഭവം കൂടെ പറയാം. എൻ്റെ വീട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് റോഡ് സൈഡിൻ്റെ ഒരു പ്ലോട്ടുണ്ട്. അവിടെ പലപ്പോഴും അത് വെറുതെ കിടക്കുക. അവിടെ പലപ്പോഴും പിന്നെ ആൾക്കാർ അവരുടെ മൂത്രമൊഴിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമായി മാറി. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ കാണുകയാണെങ്കിൽ പറയും, ഇത് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത വീട്ടിലുള്ളതല്ലേ, നിങ്ങളിത് ചെയ്ത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. ഈ ഇടയ്ക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതിങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല. ഞാൻ പറഞ്ഞു, സാറേ പിന്നെ നമ്മൾ എവിടെ പോകും? ഇവിടെ ഈ സിറ്റിക്കകത്ത് നമ്മൾ എവിടെ ചെന്നാണ് ഈ കാര്യങ്ങൾ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യേണ്ട കാര്യം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹം, അപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് ശരിയാണല്ലോ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ വീട്ടിന്റെ അടുത്തായതുകൊണ്ട് നമുക്കുള്ള ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് വലിയ അത്യാവശ്യ ഒരു കാര്യമാണ്. അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, അത് അഡ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ടേക്ക് ഞാൻ കാണുന്നത്. പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അതിന് നമ്മുടെ വാരണാസിയിലും ഇൻഡോർ ആണല്ലോ ഏറ്റവും കൂടുതൽ മോഡലായിട്ട് എപ്പോഴും പറയപ്പെടുന്നത്. ഇൻഡോർ, ഗോവയിലും അങ്ങനെയാണ് അത്ര. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഗോവയിൽ പോയിട്ടില്ല, പക്ഷെ അവിടെ വളരെ ഇഫക്റ്റീവായിട്ട് ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് ഇവിടെയും റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുക. കാരണം അത് ഓവർനൈറ്റ് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാൻ പറ്റുമായി അല്ലാത്തതുകൊണ്ടായിരിക്കണം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ബജറ്റ് പറയാത്തത്. തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിൽ അവർ അതിനെക്കുറിച്ച് കൂടുതൽ ഇത് നല്ലവണ്ണം പഠിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് പിന്നെ അവര് പറയുന്നുണ്ട് അതിനകത്ത്. അത് ഏറ്റവും നല്ല കാര്യമാണ്. പിന്നെ ഹെൽത്ത് കെയർ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, അതിനകത്ത് പിന്നെ HLL-ലുമായിട്ട് ചേർന്നുകൊണ്ട് 50% കൺസെഷനിൽ മരുന്ന് കൊടുക്കുക. അതൊക്കെ ഇപ്പൊ നോർത്തിലൊക്കെ, ഡൽഹി ആ ഭാഗത്തൊക്കെ ഒരുപാട് HLL-ന്റെ ഷോപ്പുകൾ ഒരുപാട് ഉണ്ട് പലയിടത്തും. അത് ഇവിടെയും എല്ലാ പിന്നെ എന്താ പറയാ വാർഡുകളിൽ കൊണ്ടുവരാം. 101 വാർഡുകളിലും ഈ ഷോപ്പുകൾ വരാൻ പോകുന്നു. അതൊരു വലിയൊരു ചേഞ്ചാണ്. പിന്നൊന്ന് ഈ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്, നമ്മുടെ സ്കാനിങ്, അതൊക്കെ വളരെ ചീപ്പായിട്ട് 40% കൊണ്ടോ കൺസെഷനിൽ ചെയ്തു കൊടുക്കാനുള്ള ഓരോ 2 വാർഡിനും ഒരെണ്ണം വെച്ച് ചെയ്യാൻ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു സൺറൈസ് പ്രോഗ്രാമാണ് ഈ എൽഡർലി ഹെൽത്ത് കെയർ. എൽഡർലിക്ക് സോഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് എൽഡർ ആൾക്കാർക്ക് ഇപ്പോൾ ഇതായിട്ടുള്ള എന്താ പറയുക, റാമ്പ് അല്ലെങ്കിൽ അവർക്ക് നടന്നു പോകാനുള്ള സൗകര്യത്തിനുള്ള എന്താ പറയുക ഫുട്പാത്തുകൾ, അതുപോലെ തന്നെ അവർക്ക് എക്സസൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള, ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ ഒരുപാട് എൽഡേഴ്സ് വന്നിട്ട് ഇങ്ങനെ പിന്നെ എക്സസൈസ് ചെയ്യുന്ന കാണാൻ പറ്റും. അതുപോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് പ്രൊവിഷൻ കണ്ടിട്ടുണ്ട്.
ഇത് ഇതിനെ ഒരു എന്താണ് ട്രിവാൻഡ്രം ഒരു എൽഡർലി ഫ്രണ്ട്ലി സിറ്റി ആയിട്ട് മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും പിന്നെ ഒരു ശ്ലാഘനീയമായ ഒരു ഇനിഷ്യേറ്റീവാണ്. പിന്നെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ്. അതിനകത്ത് ഫുഡ് സെക്യൂരിറ്റിയിൽ 20 രൂപയ്ക്ക് പിന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് പിന്നെ ക്യാൻറ്റീനുകൾ, അതൽ ക്യാൻറ്റീൻ, ഫുൾ മീൽ കിട്ടും. ഇപ്പോ ഇത് നമ്മൾ തമിഴ്നാടിനെ നേരത്തെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അമ്മ ക്യാൻറ്റീൻ. അവിടെയൊക്കെ 2 രൂപ ഇതിലൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, 5 രൂപയ്ക്ക് ഊണ് ഇങ്ങനെ കിട്ടുന്ന ഇവിടെ 20 രൂപയ്ക്ക് നല്ല ഊണ് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. പിന്നെ അതൽ സൂപ്പർ മാർക്കറ്റ്, അത് നമുക്ക് പൊതുജനങ്ങൾക്ക് വലിയ പിന്നെ ബെനിഫിറ്റ് ഉണ്ടായില്ലെങ്കിലും ഓഫ്കോഴ്സ് ഒരു വിഭാഗം ആൾക്കാർക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ അനിമൽ വെൽഫെയർ, സ്ട്രേ ഡോഗ്സിനെ അവർക്കുള്ള ഷെൽട്ടേഴ്സ്, പിന്നെ അവരെ വന്ധീകരിക്കാനുള്ള സംവിധാനം, അതിന് പിന്നെ 3 കോടി രൂപയും കൊണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ശരിക്കും വളരെ വേഗമായി നടത്തേണ്ട ഒരു കാര്യമാണ്. ഈ 3 കോടി തന്നെ തികയുമെന്ന് എനിക്കറിയില്ല. അഫ്കോഴ്സ് അതിന് ഈ വരും കാലങ്ങളിൽ അതിന് കൂടുതൽ ഫണ്ട് ലൊക്കേഷനൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മുടെ കനകക്കുന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ യഥേഷ്ടം എപ്പോഴാണ് അത് ആ ഒരു പട്ടിക്ക് പിന്നെ അസുഖം വരുന്ന അറിയാൻ നോക്കില്ല. അപ്പോൾ അത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. പിന്നൊന്ന് ടൂറിസം ആൻഡ് സിറ്റി ബ്രാൻഡിങ്, അതായത് സ്പിരിച്വൽ ടൂറിസം. അവിടെ മതേതരത്വം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഭീമാപ്പള്ളിയും മറ്റേ നമ്മുടെ അവിടുത്തെ മദർ ചർച്ചും പിന്നെ ശംഖുമുഖം ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സർക്യൂട്ട്, അത് നല്ല കാര്യമാണ്. സ്പിരിച്വൽ സർക്യൂട്ട് അതിന് 50 ലക്ഷം രൂപ എങ്ങാണ്ട് വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ, അതൊരു നല്ലൊരു എന്താ പറയുക സൺറൈസ് പ്രോഗ്രാം ആണെന്ന് പറയാം. അതായത് പിന്നെ ഈ വെളിയിലുള്ള ആൾക്കാർ അവരുടെയൊക്കെ ആൾക്കാർക്ക് ഇവിടെ ഇവിടമായിട്ട് എന്തെങ്കിലും സെമിനാർ നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഈവെന്റ്സ് നടത്തുക, അതിനൊക്കെ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ട ഒരു ഏജൻസി, ഒരു ഓഫീസ് ഉണ്ടാകും. ഡെഫിനറ്റ്ലി അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ആ ഡയറക്ഷണൽ ചേഞ്ചിൽ വന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ അതിനൊരു ഇതുണ്ടാക്കുക. പിന്നെ അത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം ഇതിനകത്തുകൂടെ ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. അത് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പിന്നെ നമ്മുടെ കനകക്കുന്നിൽ ഇത്രയും നല്ലൊരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി ഇല്ല നമ്മുടെ ട്രിവാൻഡ്രത്ത്. ആ ലാൻഡ്സ്കേപ്പും ആ ബിൽഡിങ്ങും ഒക്കെ, പക്ഷേ അത് മുഴുക്ക നാശമാക്കിയിട്ടിരിക്കുകയാണ്. നാശം കഴിഞ്ഞാൽ അവിടെയാണ് ഇവരുടെ എല്ലാം ഓരോ പ്രോഗ്രാംസ് വന്ന് അവിടെ കുഴിച്ച് അവിടുത്തെ എന്താ പറയുക ഈ ഇതുണ്ടല്ലോ ലോണൊക്കെ നാശമാക്കി അവിടെ അതിൻ്റെ കൂടെ ഈ പട്ടി. പക്ഷെ അത് കോർപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോർപ്പറേഷന്റെ പരിധിയിലല്ല, അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ആരെങ്കിലും അതൊന്ന് ടേക്കപ്പ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു അത് പ്രൈവറ്റ് കൊടുക്കാം മെയിൻ്റെനൻസിന്. എന്നിട്ട് ചാർജ് അറ്റ്ലീസ്റ്റ് ഒരു 10 രൂപീസോ എങ്ങനെ ചാർജ് കഴിഞ്ഞാൽ സുഖമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ ചെന്നൈയിൽ കിൽപോക്കിന്റെ അവിടെ ഒരു താലാബുണ്ട്, ഒരു എന്താണ് കുളം, അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു റോഡുണ്ട്. അവിടെ അവര് എല്ലാരെയും ഫ്രീ ആയിട്ടല്ല വിട്ടിരിക്കുന്നത്. അവിടെ ഒരു പിന്നെ പാസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദിവസവും നമുക്ക് ചെയ്യാം. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ദി എമൗണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. സെൽഫ് സസ്റ്റൈനിങ് മോഡലാണ്. അവിടെ ജനറേറ്റ് ചെയ്യുന്ന പൈസ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതിവിടെയും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ റവന്യൂ മൊബിലൈസേഷന് ഫിസിക്കൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അവരോട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൊന്ന് ഈ സെൻട്രൽ സ്കീംസ്, അതും PPDയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം പറയുന്നത് ഈ ഭയങ്കര അംബീഷ്യസ് ആയിപ്പോയി എന്നാണ് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് അംബീഷ്യസ് ആകാനുള്ള കാരണമുണ്ട്. ഈ ഇവരുടെ ലീക്കേജ്, ഇൻകത്തിലുള്ള ലീക്കേജ് ടാപ്പ് ചെയ്താൽ മാത്രം മതി അത് മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നൊന്ന് പറയുന്നത് വാട്ടർ സപ്ലൈക്ക് പിന്നെ കാര്യമായിട്ടുള്ള അതില്ല. അതിനും ചെറിയ തുക കൈ വച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു പിന്നെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്ജക്റ്റ് ആണത്. പിന്നെ മെയിൻ്റനൻസ്, ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിന് കാര്യമായ ഇതല്ല, അതൊക്കെ ഇതിന്റെ കൂടെ വരുന്നതാണ്.
പിന്നൊന്ന് നമ്മൾ ഇവിടെ ഇവര് പറഞ്ഞിരിക്കുന്നത് ഓഫീസ് ഫോർ നൈറ്റ് ഇക്കോണമി. ഓക്കെ. അതായത് ഈ നൈറ്റ് ലൈഫ് ഇപ്പോൾ വളരെ Right. ഇതായിട്ട് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അതിനെ എല്ലാ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ്. പിന്നെ ഒന്ന് ലാംഗ്വേജ് ട്രെയിനിങ്. പിന്നെ അവസാനമായിട്ട് കോർപ്പറേഷൻ ഒരു ബിൽഡിങ്. കോർപ്പറേഷൻ ഒരു ബിൽഡിംഗ്, പുതിയ ബിൽഡിംഗ്. തീർച്ചയായിട്ടും അത് ആവശ്യം. അവിടെ കയറുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു അവസ്ഥയിലാണല്ലോ നമ്മുടെ കോർപ്പറേഷൻ. അത് എനിക്കൊന്ന് അവിടെ തന്നെ ഉള്ള ഇവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ബിൽഡിംഗ് സ്പേസ് ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് റീമോഡൽ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെയാകാം. അല്ലെങ്കിൽ ഒരു നല്ലൊരു കോർപ്പറേഷൻ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ക്യാപിറ്റലുള്ള ഒരു കോർപ്പറേഷൻ അല്ലേ. അപ്പൊ അതിനൊരു പ്രസ്റ്റീജിയസ് ആയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് കുറിച്ച് പറയാനുള്ളത്. അപ്പോ ഇത് ഒരു കോർപ്പറേഷൻ വെറും 2500 കോടി രൂപ വരുമാനമുള്ള, ഒരു വർഷത്തെ വരുമാനമുള്ള ഒരു കോർപ്പറേഷൻ ഇത്രയും കാര്യങ്ങൾ വിഷൻ ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ ഇത് ഞാൻ ശ്രീമാൻ വി രാജേഷിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ അനുമോദിക്കുന്നു. അവരുടെ വിഷനെ ഞാൻ അനുമോദിക്കുന്നു. അവർക്ക് ഭാവിയിൽ ഇന്നവർ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്കുകൾ അതിനോട് ഞാൻ ഒന്നുകൂടെ ചേർക്കാം. ഈ മോഡല് നമ്മളെ സ്റ്റേറ്റിന്റെ നടപ്പാകാൻ ഇടവരട്ടെ എന്നും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. Let us hope for the best.